അഖിലേ എവിടെയാണ് നീ എവിടെയാണ് എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് കാലം പറഞ്ഞു വെച്ച കഥ. ഞാൻ കാതികൻ അഖിൽ കൊച്ചിൻ. ഞാൻ കാതികൻ കൊച്ചഖിൽ. ഞങ്ങളുടെ കഥയിലെ നായകന്റെ പേരാണ് അജാസ്. എന്താ തുപ്പിലെറിപ്പിച്ച അല്ലല്ല ജാസ്. അജാസ് അല്ല, അജാസ്. അജാസ് പുലിമുരുകൻ സിനിമയിൽ കുട്ടി പുലിമുരുകനായിട്ട് അഭിനയിച്ച അജാസ്. സൂപ്പർ. ഈ കഥയിലെ മറ്റൊരു കഥാപാത്രം നാടെങ്കും സുഗന്ധം പരത്തുന്ന സാരംഗ്. അത് ഗാനമേള ട്രൂപ്പല്ലേ? അത് പത്തനംതിട്ട സാരംഗ്. ഇത് നിഷ സാരംഗ്. ഈ കഥാപാത്രങ്ങൾ മുഴുവൻ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ടീം കാലം പറഞ്ഞ കഥ. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തൊരു മുഴുവൻ ക്യാരക്ടറും ഫുൾ ക്യാരക്ടേഴ്സ്. ചേച്ചി വേറെ കാര്യമുണ്ട്. സാധാരണ നമ്മുടെ ഫ്ലോറില് സിനിമ പ്രൊമോഷൻ അങ്ങനെ ഒരുപാട് സിനിമകളുടെ ടീം വരാറുണ്ട്. ഇത്രയൊരു നീണ്ട നിര ചേച്ചി ആദ്യമായിട്ടല്ലേ? അതാണ് ഞങ്ങൾ ഒരു കാര്യം. പിന്നെ നമ്മുടെ കാര്യം ഏറ്റത് വൃത്തിയായി. നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. പക്ഷേ സിനിമയെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയണം. ട്രെയിലർ എവിടെ? ട്രെയിലർ വേണ്ടേ? ട്രെയിലർ വേണം. ഇപ്പൊ വരും ട്രെയിലർ. കണ്ടോ? നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ എന്തിനാണ് നീ കൊന്നുകളഞ്ഞത്? പോലെ ഒരു പെണ്ണു വന്നു ഇടിയൊന്നു തൊട്ടുകുളിരുന്നു കോരിയിടുമുള്ളിലാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. ഇനി ഈ നാട്ടിൽ നിന്നെ കണ്ടേക്കുന്നേ. ഹിമബിന്ദു അണിയിച്ചൊരുന്മാദലഹരി തോരാത്തു പ്രണയമായൊഴുകും മഴ. നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചു. പക്ഷെ ഈ മയക്കുമരുന്നുണ്ടല്ലോ അതെല്ലാം നശിപ്പിക്കും. മേളമെന്ന പോലെ ചങ്കിടിപ്പാണേ, കങ്കഴങ്ങളേറി വരും നെഞ്ചരിപ്പാണേ. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? ഞങ്ങള് ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന അജാസിനെയാണോ നമ്മളിപ്പോ ഈ കണ്ടത്? അല്ല, ട്രെയിലർ കണ്ടപ്പോ ഒരു കാര്യം വ്യക്തമായി. ചെറുക്കം വല്ലാണ്ട് പ്രസാദ് എന്നോട് ചോദിക്കട്ടെ. പ്രസാദ് ഏട്ടാ, ബ്യൂട്ടിഫുൾ വർക്ക് ആദ്യമേ പറയട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ സിനിമയെ പറ്റി നമുക്കും നമ്മുടെ പ്രേക്ഷകരോടും ഒരു 2 വാക്കിൽ പറയണം പ്ലീസ്. കാലം പറഞ്ഞ കഥ നമ്മൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സംഭവ കഥയാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സിനിമയാണ്. പുതുതലമുറയ്ക്കും വളർന്നു വരുന്ന ഈ പറഞ്ഞ ഇപ്പോഴത്തെ സംഭവങ്ങൾക്കൊക്കെ അതിൽ നമുക്ക് അജാസിനെ കിട്ടിയെന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അതിലെ പുലിമുരുകൻ എന്ന സിനിമ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിരുന്നു. അപ്പം ഈ ക്യാരക്ടർ ആര് ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു. ഞങ്ങൾ അജാസിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതുപോലെ നമുക്കിതിനകത്തിലെ ഒരുപാട് ഇപ്പം നിഷയാണെങ്കിലും ആ ഒരു അമ്മയുടെ കഥാപാത്രം അജാസിന്റെ അമ്മയായിട്ടാണോ? അജാസിന്റെ അമ്മയായിട്ടാണ്. അപ്പം ഇത് കുറച്ച് സസ്പെൻസ് ആണ്, നമുക്ക് ഒരുപാട് പറയാൻ പറ്റാത്ത. സസ്പെൻസ് നിഷ ചേച്ചി കൊണ്ട് പറയുക. ഇപ്പൊ പറഞ്ഞു കുട്ടിന്റെ അമ്മയാണെന്ന് പറഞ്ഞു. സസ്പെൻസ് ഇവിടെ പറയാൻ പാടില്ലല്ലോ. സസ്പെൻസ് എപ്പോഴും സസ്പെൻസ് ആയിട്ട് സൂക്ഷിക്കണമല്ലേ നല്ലത്. എങ്ങനെയാണ് അജാസിന്റെ കൂടെ ഒരു പുലിമുരുകൻ എഫക്ട് ഉണ്ടായിരുന്ന ലൊക്കേഷനിലൊക്കെ? ഇല്ലില്ല, പാവം. ഞാൻ വിചാരിച്ചു അതിൽ കണ്ടപ്പോഴേ പുലിമുരുകനിൽ കുട്ടി കണ്ടിട്ടുണ്ടല്ലോ,
അപ്പൊ ഭയങ്കര എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. അത് ഭയങ്കര രസമല്ലേ ചെയ്തിരിക്കുന്നത്, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പുലിമുരുകനില്. പക്ഷെ ആ കുട്ടിയായിട്ട് ഇതൊന്നും എനിക്ക് ഇവിടെ അവിടെ അതറിയാ ചേച്ചി, അതില് പുലിയായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പുലികളെ പേടിയില്ല. അതായിരിക്കും. അയ്യോ ഈ കോമഡി പ്രൊമോയിലിടണേ. ഇനി എനിക്ക് രശ്മി ചേച്ചി, ഇപ്പൊ എത്ര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നാലും അതിനകത്ത് കോമഡിയുടെ ഒരു ചെറിയ എലമെന്റ് എവിടെങ്കിലും ഒക്കെ വേണമല്ലോ. അപ്പൊ പിന്നെ നമ്മളെ പോലുള്ളവരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നല്ലൊരു ക്യാരക്ടറാണ് ഇത്. എന്റെ അമ്മയായിട്ട് തന്നെയാണ്, നമ്മുടെ കൃഷ്ണകുട്ടി സാറിന്റെ വൈഫാണ് അമ്മ. അപ്പം ഞങ്ങള് അമ്മയും മോളുമായിട്ട് ഇങ്ങനെ അവിടെ അങ്ങ് തകർത്തു. പിന്നെ എന്റെ ഭർത്താവാണ് അങ്ങേ അറ്റം നിൽക്കുന്ന ആ ചേട്ടൻ. ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേര് ഷാനവാസ് കമ്പിക്കീഴിൽ. കമ്പിക്കീഴില്ല. അയ്യോ, അദ്ദേഹത്തിന് തൂലിക നാമ ഷാനവാസ് കമ്പിക്കീഴിൽ. കുടുംബപ്പേരാ. പരിചയപ്പെടുത്തു. ഇടത് നിന്ന് രണ്ടാമത് അതറിയില്ലേ? അല്ല പറയൂ രശ്മി, ഇൻട്രോഡ്യൂസ് ചെയ്യ്. രാജേഷ്. അങ്ങനെ പറയുന്നത് കോബ്ര രാജേഷ്. ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലുണ്ടായിരുന്നു. മനോഹരമായ ദിനങ്ങളായിരുന്നു. ലൊക്കേഷൻ ഞങ്ങൾ ഫണ്ണിയാക്കി. നൃത്തം ചെയ്യൂ ചേച്ചി നൃത്തമൊക്കെ ചെയ്യും. പാട്ടിട്ടാൽ രാജേഷ് ഇപ്പൊ ആടും. ഒരിക്കൽ വീണ്ടും വീണ്ടും. അതെ, ഞങ്ങൾ പറയണോ ബാക്കിയൊക്കെ? ക്ഷേത്രത്തിൽ വീട്ടിലോട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി. അതാണ് രാജേഷിനെ കുറിച്ച് പറയാനുള്ളത്. അല്ല, ഈ ഒരു ട്രെൻഡ് ആയിട്ടുള്ളൊരു ഡയലോഗ് ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കും ട്രെൻഡ് വെച്ച് പിടിച്ചാലോ? അഖിലിന് പറ്റിയൊരു ട്രെൻഡ് ഞാൻ തരാം. അഖിലിനും എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് എന്നോട് ക്ഷമിക്കണം, നിശ ചേച്ചിനെ ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പൊ ചേച്ചി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഐഷു ജോമു. അതായത് ഇൻസ്റ്റ കത്തിച്ചോണ്ടിരിക്കുക. നമ്മൾ ഹോട്ടലിൽ പോയാലും ബെവക്കോയിൽ പോയാലും എവിടെ പോയാലും ഒഴിക്കലേ എന്താ ജോമു എന്നാണ് ഇത് തുടങ്ങിയത് ഈ ജോബു? സ്ക്രിപ്റ്റ് ഇത് എവിടുന്നോ കറക്റ്റ് കിട്ടിയിട്ടല്ലേ? ഇപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെ എന്ത് ക്രിഞ്ച് സിറ്റുവേഷൻ വന്നാലും അവിടെ ജോമു വരും. ഞാനത് ചെയ്താൽ ശരിയാവില്ല. ചേച്ചിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇവിടുന്ന് അടുത്ത നമ്മൾ കത്തിക്കാൻ പോകുന്നത് ചേച്ചിയാണ്. തുടക്കം പിടിച്ചോ. ഐഷു, ഞാൻ ഒഴിക്കും. ഐഷു, ഐഷു. എന്താ ജോമോ? ചേച്ചി സംസാരിക്കട്ടെ ഇനിയിപ്പോ. അതെ, ഐഷുവിന്റെ കാര്യം. ഐഷു, ഈ സിനിമയിൽ എന്തൊക്കെയുണ്ട് ഐഷു? അത് ജോമോ, ഇതില് സ്റ്റണ്ട് ഉണ്ട്, പിന്നെ ചാട്ടമുണ്ട്, പിന്നെ ഇടിയുണ്ട്. സ്റ്റണ്ടും ചാട്ടവും ഇടി എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. കോമഡി ഉണ്ടോ ഐഷു? കോമഡി ഇഷ്ടം പോലെ ഉണ്ട് ജോമോ. എത്ര അയച്ചു? ഇത് രണ്ടും അയച്ചു. അല്ല, രശ്മി ചേച്ചിക്കും പറ്റും കറക്റ്റ് ആയിട്ട്. പക്ഷെ എനിക്ക് നിശ്ചയിച്ച് പറ്റുന്നുണ്ട്. അല്ലല്ല, രശ്മി ചേച്ചി നേരത്തെ പറഞ്ഞ അതേ മോഡുലേഷനിൽ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് പരിചയപ്പെടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക്. ചേച്ചി തന്നെ പറഞ്ഞു വെച്ചു വരിവരിയായിട്ട് ഓരോ അത് പറഞ്ഞോ, അപ്പൊ കിട്ടും. ഐഷു, ഈ ഞാൻ ക്യാരക്ടർ പറയണോ? എന്താണ്? പറഞ്ഞോ. ഇതെന്റെ അമ്മ. ഇതെന്റെ അമ്മ. ഇത് ഏതാ? ഇത്രയും തരളിതമായാ മതിയോ? അമ്മ പറയമ്മ. ഇതെന്റെ മോള്. സൂപ്പർ കോമഡി. ആ നിൽക്കുന്ന അഖില് എന്റെ മോനാ കേട്ടോ. അല്ല, ഞാനും അമ്മ അഭിനയിച്ചിട്ടുണ്ട്. ആണോ? നമ്മുടെ കൂട്ടത്തിലെ ഒരു ഡോക്ടർ ഉണ്ട്. നിങ്ങൾ ആ ഡോക്ടറിനെ പരിചയപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആരത്? ഡോക്ടർ സാറാ. പ്രൊഫഷൻ വൈസ് ഡോക്ടറാണ്. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. BDS ഡോക്ടറാണ്. മനസ്സിലായില്ലേ? അധികം സംസാരിച്ചു കഴിഞ്ഞാൽ പല്ലു അതെന്താന്ന് അറിയാതിരിക്കുവായിരുന്നു BDS. പല ചാനൽസും സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗ്യാപ്പായിട്ട് ഇപ്പം പ്രസാദ് സാറാണ് ഇതിലേക്ക് വിളിച്ചത്. അങ്ങനെ റീ എൻട്രി ആയിട്ട് ചെയ്തതാണ്. ഞാനും സാൻഡ്രയും 20 വർഷത്തിന് ശേഷമാണ് ഇന്ന് കണ്ടുമുട്ടിയത്. ഞങ്ങൾ പണ്ട് കുഞ്ഞിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുമിച്ച് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് സാൻഡ്ര ഒന്ന് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, ഓർമ്മയുണ്ടോ? ഞാൻ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ എനിക്ക് എന്നിട്ടാണ് ഇത്ര നേരം ഒരു പരിചയമാണ് പോലെ ഇരുന്നത്. ഒരു വാക്ക് നീ ചോദിച്ചു. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ അത് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതില് സാൻഡ്രയുടെ ഹീറോയിന്റെ മദർ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇനി പരിചയപ്പെടാത്ത ചേട്ടൻ. പ്രിയമുള്ളവരെ, അമൃത TVയിൽ വരാനും അമ്മയുടെ അനുഗ്രഹമുള്ള ഈ TVയിലെ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേരാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററാണ്. ഇത് ഈ സിനിമ ചെയ്യാൻ എനിക്ക് പ്രേരിതമായത് നമ്മുടെ നാട്ടിൽ നടന്ന
ഒരു വലിയ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ബേസ് ഗ്രാസ് റൂട്ട് അന്വേഷിച്ച് പോയി അതിനെക്കുറിച്ച് ഒരു കഥ എഴുതി, തിരക്കഥ എഴുതി അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അത് വലിയ സിനിമയൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കൊച്ചു സിനിമ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അതിൻ്റേതായ ഒരു മൂല്യം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അതിൻ്റേതായ ഒരു മൂല്യമുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും കുടുംബവും ചേർന്നാണ് നാടകശാല എന്ന് പറയുന്ന ഈ ചാരിറ്റി സൊസൈറ്റി നടത്തുന്നത്. പാവങ്ങൾക്ക് എല്ലാ മാസവും പെൻഷനിൽ നിന്ന് കിട്ടുന്ന 50 പേർക്ക് ഭക്ഷ്യക്കിറ്റ് മാസം തോറും ഞാൻ കൊടുക്കുന്നുണ്ട്. മാഗസിൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള കലകളും അവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷം, വളരെയേറെ സന്തോഷം. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും സാറിനെ കാണാൻ സാധിച്ചാലും. അതുപോലെ തന്നെ ഇനിയും സിനിമകൾ വരട്ടെ. ഇനി നമുക്ക് ഏറ്റവും പരിചയമുള്ള ആള് മിണ്ടുന്നില്ല, രാജേഷേട്ടൻ. ഒന്ന് വാങ്ങിക്കേ. കോബ്ര രാജേഷേട്ടൻ, ഒറ്റ പടം മതി, ആക്ഷൻ ഹീറോ ബിജു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ. അതിലെല്ലാത്തിലും തന്നെ കുടിയനാണ്. ഈ സിനിമയിൽ ഒരു നന്മയുള്ള നാട് നശിപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ്. അപ്പോഴും കുടിയുണ്ടല്ലോ. എന്തായാലും എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇതുപോലുള്ള പടം ഇറങ്ങാറുണ്ട്, പലരും കാണാറില്ല എന്നുള്ള സത്യം. പക്ഷെ നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ കാണണം. കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും കൊലപാതകങ്ങളും ഈ പീഡനങ്ങളും എന്താണ് പെരുകുന്ന ഒരു സത്യം ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒന്ന് കാണുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ നിങ്ങൾ ഈ സിനിമ കാണിച്ചാൽ എന്താണ് വീണ്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രമാത്രം ഈ കൊലപാതകവും പീഡനവും അല്ലേ പെരുകുന്നുള്ള മനസ്സിലാക്കും. അതൊരു വലിയ മെസ്സേജ് തന്നെയായിരിക്കും. ഒപ്പം മെസ്സേജ് അല്ല, ചിരിയുണ്ട്, ചിന്തയുണ്ട്, ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും സിനിമ കാണണം. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട സാറിനോടും ഒപ്പം ഞാനിവിടെ ഒരുപാട് സ്കിറ്റ് കളിക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടുത്തെ ചെറിയൊരു അംഗം തന്നെയാണ്. പിന്നെ എനിക്ക് ഒരുപാട് പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വിളിക്കുന്നില്ല. നിങ്ങളെങ്കിലും വിളിക്കണമെന്ന് അപേക്ഷയുണ്ട്. നന്ദി, നമസ്കാരം. അല്ല, മൊത്തത്തിൽ അപ്പൊ ഇപ്പോഴാണ് ഇതൊരു കുടുംബ ചിത്രമായി. എല്ലാം കൊണ്ട് കുടുംബ ചിത്രം. കാലം പറഞ്ഞ കഥ അപ്പോ എന്തായാലും നമ്മുടെ ഈ സമൂഹത്തിനെതിരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് അപ്പൊ എല്ലാവരും ഈ സിനിമ പോയി കാണണം. ഈ കലാകാരന്മാരെയും ഈ ഒരു പ്രസ്ഥാനം, ഈ നാടകശാല കരുനാഗപ്പള്ളി ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ഈ സിനിമാക്കാർക്ക് നമ്മൾ കുറച്ച് ചിരി സമ്മാനിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊരു കിടിലം കോമഡി സ്കിറ്റ് കണ്ടാലോ? അപ്പൊ ഒരു കോമഡി സ്കിറ്റിലേക്ക് പോവാം. പരീക്കുട്ടി, നീ കർത്തമ്മയാണ്, ഞാനാണ് പരീക്കുട്ടി. അയ്യോ, ഞാൻ ടെൻഷനിൽ മാറിപ്പോയതാ. ഞാനാ കർത്തമ്മ. എന്റെ കൊച്ചു മുതലാളി. നിന്റെ കൊച്ചെന്താണ് മുതലാളിയത്? അതിന് ഞാൻ ക്യാരക്ടർ ഉൾക്കൊണ്ടിരിക്കുക. എന്റെ കൊച്ചു മുതലാളി. കർത്തമ്മ, നിനക്കറിയാമോ, നമ്മൾ ഈ കടലിൽ ചാടി ഈ കടലിന്റെ അടിയിൽ വന്നിട്ട് വർഷങ്ങളായി. ഇത്രയും കാലമായിട്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല കർത്തമ്മ. ഉപ്പുവെള്ളമാണ് കുടിക്കുന്നെങ്കിലും വായിന്ന് വരുന്നത് മൊത്തം പഞ്ചാരയാണല്ലോ. നിനക്കറിയാമോ, ഇപ്പൊ ഞാൻ ചുമപ്പൂവത്ത് ഉപ്പടണ്ടല്ല, കൽക്കണ്ടമാണ്. പഞ്ചാര അടിച്ച് എനിക്ക് പൊടുക്കത്തെ ഷുഗറാണ്. ഉറുമ്പ് കണ്ട എന്നെ വിടാറില്ല, ഓടിച്ചിടാണ്. അതെ കൊച്ചുമോലാളി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയി കടലിൽ ചാടണമെന്നൊരു തീരുമാനം എടുത്തേ? സത്യം പറയട്ടെ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചാവാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ചാവാൻ വേണ്ടി ഞാൻ കടപ്പുറത്ത് ചെന്നതാണ്. കടലിൽ ചാടാൻ നിൽക്കുമ്പോ എനിക്കൊരു കോള് വന്ന്. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, ഒരു ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, ടച്ചിങ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി നാളെ എങ്ങാനും ചാവാ പോയില്ലെന്നും പറഞ്ഞ് ഞാൻ നേരെ ചെന്ന് 2 അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ തീരുമാനത്തിന് മാറ്റം വന്നത്. നമുക്ക് ഒരുമിച്ച് ചാടാന്നുള്ള തീരുമാനം ഞാൻ അവിടെ എടുത്തത്. അപ്പൊ കൊച്ചുമോലാളിക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? അയ്യടാ, അത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ചത്തു കഴിഞ്ഞാൽ നീ വേറൊരുത്തരെ കെട്ടി സുഖമായിട്ട് ജീവിക്കൂലേ? അതുമല്ല, വേറൊരുത്തരെ തേച്ചിട്ടല്ലേ നീ എന്റെ അടുത്തേക്ക് വന്നത്. അതെ, രണ്ടൊക്കെ വരണ്ടിങ്ങട് ബ്രേക്ക് ഡാൻസ് കളിച്ചാണല്ലോ. അമ്മേ, കടലിൽ കൊമ്പനെ പിടിക്കാൻ പോയ എന്നെ കൊമ്പൻ കുത്തി ഞാനിങ്ങനെ കടലിൽ അലഞ്ഞു നടക്കുകയാണമ്മേ. ആരാടി എന്നെ അണ്ണനെ വിളിച്ചത്? വെളുത്തമ്മ അല്ല മിസ്റ്റർ കറുത്തമ്മ. അത് വേറെ മനസ്സിരിക്കട്ടെ. ഞാൻ കറുത്തമ്മയെന്ന് വിളിച്ചിട്ട് നീ ബോഡി ഷേമിങ്ങിന് കേസ് കൊടുക്കാനല്ലടാ പരാതിക്കുട്ടി. പരാതിക്കുട്ടിയല്ല, എന്റെ പഴീക്കുട്ടി. പിന്നെ ഫിഗറിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണല്ലോ. പോടാ അവിടുന്ന്. അമ്മ ആരാണ്? പളനിയാ? ഞാൻ പളനിയാണ്. നെറ്റത്തെ എഴുതി ഒട്ടിച്ചു വെക്കണം പളനി, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു കാര്യം ചെയ്യ്, അതൊക്കെ നമ്മൾ അവിടെ ചെയ്ത ക്യാരക്ടർ അല്ലേ. നമ്മുടെ ക്യാരക്ടർ എല്ലാം വെള്ളത്തിൽ വിടാൻ ഇല്ലാണ്ടായി പോയി. ഇനി നമുക്ക് മര്യാദ സംസാരിക്കാല്ല. അങ്ങനെ സംസാരിക്കും. കറുത്തമ്മേ, നീ എങ്ങനെയാ ഇവിടെ വന്നത്? അത് പറ. പരീക്കുട്ടി, കരുതിക്കൂട്ടി,
വാരിക്കൂട്ടി. മര്യാദ പറയില്ല, ഞാൻ വലിച്ചു വാരി കൂട്ടി. ഞാൻ ഇങ്ങനെ എന്നെ കടലിൽ വലിച്ചെറിഞ്ഞ് പിന്നാലെ ഇങ്ങനെ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോ ടോൾ ഫ്രീ നമ്പറായ 1052 ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഞാൻ വിളിച്ചു, നമ്പർ മാറി. നിങ്ങളുടെ അമ്മയായിരുന്നു. ആ തള്ളയോട് സംസാരിച്ചപ്പോ എന്റെ ഉള്ള മൂടും കൂടെ പോയി. ഞാൻ കടലിൽ പോയി ചാടി. തൊട്ട് വിട്ടാലും ഞാനും എടുത്ത് അങ്ങോട്ട് ചാടി. നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? ആ പഴയ പരിപാടി തന്നെ, കരയിൽ പാട്ടും പാടി നടക്കായിരുന്നല്ല. ഇപ്പൊ കടലിൽ വന്നപ്പോഴും കടലിലും പാട്ടും പാടി തേരാപ്പാര നടക്കണത്. ഇത് കേട്ട് സഹി കേട്ട് ഞാൻ നെഞ്ചു പൊട്ടി ചത്തോണ്ടിരിക്കുക. കരയിലോ വൃത്തിയായിട്ട് പാടിയിട്ടില്ല, പിന്നല്ലേ കടലിന്റെ അകത്ത്. അതെ കളഞ്ഞണ്ണ, എന്നെ എന്നാലും പിഴച്ചവളെന്ന് വിളിച്ചില്ലേ? അയ്യോ, ഞാൻ പിഴച്ചവളെന്ന് വിളിച്ചതല്ല. നീ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നോ? ആ 200 രൂപ എടുത്തു. എന്നിട്ട് അത് അടച്ചായിരുന്നോ? അടവ് മുടങ്ങി പിഴയായി. പക്ഷെ ആ പിഴ മൊത്തം അടിച്ചു തീർത്തവളാണ് ഈ ഞാൻ. ഞാനത് തന്നെയാണ് പറഞ്ഞത്. കറുത്തമ്മ പിഴയടച്ചവൾ അടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ടങ്സിൽ സ്ലിപ്പ് അടിച്ചപ്പോ അങ്ങനെ തെറ്റിപ്പോയതാണ്. എന്റെ അപ്പൻ സ്വർണം കുഞ്ഞിന് വേണ്ടി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ആരാണ്? സ്വർണം കുഞ്ഞ്. സ്വർണം കുഞ്ഞാണോ ചെമ്പൻ കുഞ്ഞല്ലേ? അല്ല, പുള്ളിയുടെ ശരിക്കും പേര് സ്വർണ്ണം കുഞ്ഞെന്നാണ്. സ്വർണ്ണപ്പാളി ആരോ അടിച്ചു മാറ്റി കഴിച്ചപ്പോഴാണ് പുള്ളി ചെമ്പൻ കുഞ്ഞായി മാറിയത്. അപ്പൊ ഈ കടപ്പുറത്ത് അരിഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞേതാ? ചെമ്പൻ കുഞ്ഞ്. ചെമ്പൻ കുഞ്ഞാ? ചെമ്പൻ വിനോദിന്റെ കുഞ്ഞ് എന്തോ ഷൂട്ടിങ്ങിന് വന്നതാണ് ആ കൊച്ചി. ആണല്ലേ? കറുത്തമ്മേ, നിന്റെ അപ്പനെപ്പോഴും ഈ നെറ്റ് ഉപയോഗിച്ച് തന്നെയാണോ മീൻ പിടിക്കുന്നേ? അയ്യോ, പുള്ളിയുടെ നെറ്റില്ലേ, ഞാൻ കാശ് കൊടുത്ത് ഇന്റർനെറ്റ് ആക്കി. പുള്ളി ഇപ്പൊ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് മീൻ എവിടെയെന്നുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യണത്? എടാ, മീനുള്ള സ്ഥലം വേണമെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ പോയി അവിടെ നോക്കിയാ പോരെ? മീൻ കാണാലോ ഇഷ്ടം പോലെ. അതെ, ആരും ഇങ്ങോട്ട് വന്നിട്ടോ. ക്യാരക്ടർ പിടിച്ചു. നിങ്ങളെ ഇതിനു മുമ്പ് ഈ കടപ്പുറത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഈ കടലിൽ വരാൻ നിങ്ങൾ ആരാണ്? ഞാൻ വെള്ളത്തിൽ വീണ മൊയ്തീൻ. വെള്ളത്തിൽ വീണ നെയ്മീനാ? നെയ്മീനല്ല, മൊയ്തീൻ എന്ന് പറഞ്ഞതാ. ഏത് എന്ന് നിന്റെ മൊയ്തീനാ? എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഞാൻ കരുതി സോമന്റെ കുഞ്ഞാണെന്ന്. എടോ, അയാള് നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല ഫിഗറാണ്. ഇത് ഏതാണ്ട് പൊക്കവുമില്ല, വയറും ചാടി ഗ്രഹണി പിടിച്ച പിള്ളേരുടെ പോലെ. അതെ, വെള്ളത്തിൽ വീണല്ല മരിച്ചത്. വെള്ളം കുടിച്ച് ചീർക്കൂലേ? അത് മനസ്സിലാക്കണം ആദ്യം. ഇപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയത്. അതെന്താണത്? എന്താ പേരെന്നാ പറഞ്ഞ? മൊയ്തീൻ. എന്താ പേരെന്താ? എന്റെ പളനിക്കുട്ടി എന്നാണ്. ചത്താലും ഞാൻ എന്റെ ഫിഗർ വെളിപ്പെടുത്തു. എല്ലാം കളഞ്ഞു കൊണ്ടുപോയി. അതെ, എന്താണ് ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം? അല്ല, ഞാനേ പുഴയിൽ വഞ്ചിന്ന് ആൾക്കാരൊക്കെ വീണപ്പോ അവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്താൻ പോയി. അവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി. പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല. അല്ല, താൻ എന്താ രക്ഷപ്പെടാഞ്ഞത്? നീന്താൻ അറിയില്ല. പിന്നെ താൻ എന്ത് പുഴുങ്ങാനാണോ എടുത്ത് ചാടി എല്ലാവരും രക്ഷപ്പെട്ടു? ഞാൻ ആലോചിച്ചാ തന്നെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇലവലിഞ്ഞ് മൊത്തം വലിഞ്ഞു വാ. പറയുന്നതാണ്. ഇലവലിഞ്ഞ് ഇലവീഴാ പൂച്ചടേണ ഇടവഴഞ്ഞിപ്പോഴാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. അതാണ് ഈ പറയാൻ പോയത്. കാഞ്ചന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഇവിടെ കാഞ്ചന ഇല്ല, അഞ്ജന ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 5 അണ കയ്യില്ലാത്ത ഈ പെണ്ണിനെ ഞാൻ കെട്ടിയിട്ട് എന്ത് ചെയ്യാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. കാഞ്ചന ഇല്ലാത്ത ഇവിടെ എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നത്. ഇനി നിങ്ങൾ ആരും അതെ മര്യാദക്ക് പറ, എന്തിനാണ് ഇതൊക്കെ പിടിച്ചത്? ഇനിയിപ്പൊ നമ്മൾ ആരും ഇവിടെ ഒറ്റപ്പെടാൻ പോണില്ല. നമ്മളിവിടെ ഇപ്പൊ ഇത്രയും ക്യാരക്ടറുകളില്ലേ, അതൊക്കെ കഴിഞ്ഞു പോയ കാലം. ഇപ്പൊ നമ്മളിവിടെ ഇത്രയും ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കാം. സംഘടന ഇപ്പൊ കരയിലുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടന ഉണ്ട്. അതേതാ സംഘടന? അത് നമ്മുടെ ശ്വേതാമേനോൻ പ്രസിഡന്റ് ആയിരിക്കണം അമ്മ സംഘടന. അപ്പൊ നമുക്ക് കടലിൽ ഒരു സംഘടന ഉണ്ടാക്കണം. പക്ഷെ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സംഘടനക്ക് ഒരു പേരിടണം. കരയിലെ സംഘടനയുടെ പേരെന്താ? അമ്മ. എന്നാ നമുക്ക് കടലിൽ കടലമ്മ എന്ന് പേരിടും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംഘടനക്ക് വേണ്ടി ചെയ്യണം. നമുക്ക് ഒരു സിനിമ പിടിച്ചാലോ? അയ്യോ, ഈ വെള്ളത്തിൽ കിടക്കുന്ന നമുക്ക് ആര് പ്രൊഡ്യൂസ് ചെയ്യും? പൈസ എവിടെ സിനിമക്ക്? ശരിയാണോ? ഒറ്റ പ്രൊഡ്യൂസർ പോലും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ഈ കടലിന്റെ അടിയിൽ. പ്രൊഡ്യൂസർ വേണ്ട. നമ്മൾ കരയ്ക്ക് കഴിഞ്ഞ 2025 ഒരു 100 സിനിമ പിടിച്ച് അതൊരു 560 കോടി രൂപ പ്രൊഡ്യൂസർമാരുടെ വെള്ളത്തിൽ പോയി. ആ വെള്ളത്തിൽ പോയ കാശ് ഈ വെള്ളത്തിലല്ലേ കിടക്കണേ. അപ്പൊ ആ കാശ് എടുത്ത് നമുക്കൊരു സിനിമ പിടിച്ചാ പോരെ? അപ്പൊ നമ്മൾ ആ സിനിമക്ക് എന്ത് പേരിടും? ആ സിനിമയ്ക്ക് ഞാനൊരു പേരിടാം.
വെള്ളമടി. നിന്റെ സ്വഭാവം ചോദിച്ചത് പടത്തിന്റെ പേര് പറടാ. എടാ പടത്തിന്റെ പേരാണ്, നമ്മള് വെള്ളത്തിലടി കിടന്ന് പിടിക്കണ പടല്ലേ, അപ്പൊ അതിന് ഇടാൻ പറ്റിയ പേരാണ് വെള്ളമടി. താനെന്തിനാണോ എന്നെ അടിച്ചത്? എടാ ഇപ്പൊ നീ പറഞ്ഞ സിനിമയുടെ പേരില്ലേ വെള്ളമടി, അതിന്റെ ഫസ്റ്റ് ക്ലാപ്പാണ് ഇപ്പൊ ഇവിടെ അടിച്ചത്. അപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. Cutie the Beauty Soap presents Comedy Masters, powered by Amrutaveni Life Kit and co-powered by Rajakumari Group. ഇന്ന് കാലം പറഞ്ഞ കഥയുടെ ടീം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. കഥ പറഞ്ഞിട്ട് തീരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കഥയുടെ പേര് കുറച്ച് വ്യത്യസ്തമാണ്. ഞങ്ങളുടെ കഥയുടെ പേരാണ് ബാറ്ററി പറഞ്ഞ കഥ. ബാറ്ററി പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കുറച്ച് ചുണക്കുട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു, അവരൊരു സ്കിറ്റ് ചെയ്യുന്നു. നിങ്ങൾ കുടുകുടാന്ന് ചിരിക്കുന്നു, ഇവിടെ പടപടേന്ന് പറഞ്ഞ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഒരു ക്ലിങ് ശബ്ദത്തോടു കൂടി അവർക്ക് അപ്പം തന്നെ കാശ് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ വെൽക്കം ചെയ്യാം മനോജേട്ടൻ, സജീവേട്ടൻ ആൻഡ് അഞ്ജന. നേരെ അങ്ങോട്ട് വെളുത്തതേ ഉള്ളൂ. എന്തുവാടേ പിള്ളേരെ ഇവിടെ? എടേ ഫീസ് കൊടുക്കാൻ നിന്നെ ഒന്ന് ക്ലാസ് കരുതില്ലെങ്കിൽ നീ ഒന്നും ഇന്ന് പോവണ്ട. അല്ല ഞാൻ എന്തോ വേണമെന്നാ പറയുന്നേ? ഭർത്താവ് എന്നും പറഞ്ഞു വരുത്തലുണ്ട് എനിക്കിവിടെ. രാജേഷ് അണ്ണ അറിയാലോ എന്റെ ഭർത്താവിനെ. പൊന്നകിലേ കൂടപ്പുറപ്പേ, ഒരു ദിവസം പണിക്ക് പോയാൽ 10 ദിവസം പിന്നെ അങ്ങ് കയറി പണിക്ക് പോകത്തില്ല. മെത്തക്കകത്ത് അട്ട കയറി ചുരുണ്ട് കിടക്കുന്ന പോലെ അകത്ത് കയറി ചുരുണ്ട് കിടക്കുക. അതൊക്കെ അപ്പുറത്തെ കട്ട കമ്പനിയിലെ ബംഗാളി പിള്ളേര് 360 ദിവസം അവന്മാര് ജോലിയും ചെയ്യും, ഉള്ള കാശും വാങ്ങിച്ചോണ്ട് പോകും. അതും ഒരു ഉരുളക്കിഴങ്ങിന്റെ ബലത്തേല്. ഇവിടെ ആണെങ്കിൽ രാവിലെ അടുപ്പത്തിടാൻ നാഴി അരി പോലും ഇല്ല. എന്നാ കാണുന്നവര് ചോദിക്കും, ചേച്ചി എന്തിനാ ഈ സേവാനാഴിയും കൊണ്ട് നടക്കുന്നേന്ന്. ശ്വേത ചേച്ചി താലി കെട്ടിയ ഭർത്താവിനോട് അരിച്ചുണ്ടെന്നും പറഞ്ഞ് അങ്ങേരെ എടുത്തിട്ട് ഇടിക്കാനൊക്കോ? അങ്ങേരോടുള്ള ആ കലി മൊത്തം ഞാൻ നാടിനെടുത്ത് വെച്ച് സത്യം പറയാലേ, ഇരിക്കുന്ന കോലം കണ്ടോ? കല്യാണം കഴിച്ചോണ്ട് വന്നപ്പം രശ്മി ചേച്ചി എങ്ങനെ ഇരുന്ന ആളാ ഞാൻ. വേണ്ടേ അന്ന് ഞാൻ സിനിമാ നടി പത്മപ്രിയയെ പോലെ ഇരുന്നതാ. നാട്ടിലിറങ്ങി നടക്കുമ്പോ ആൾക്കാർ പറയുന്ന എന്റെ പൊന്നകിലേ ദാണ്ടേ പട്ടിണി പ്രിയ പോന്നു, പട്ടിണി പ്രിയ പോന്നു. അയ്യോ നാടക്കേട് കാരണം എനിക്ക് ചന്തയെ പോലും പോവാൻ വയ്യ. കൊട്ടയ്ക്കകത്ത് കിടക്കുന്ന പച്ചമത്തി വരെ എണീറ്റ് തന്നെ പച്ചക്ക് കൊഞ്ഞനം കുത്തുക. അതിന് വരെ അറിയാം എന്റെ കയ്യിൽ 5 പൈസ ഇല്ലാന്ന്. ഫോൺ കിടന്ന് അടിക്കുക കാലത്തെ തൊട്ട്. ലോൺകാർ കിടന്ന് വിളിക്കുക. അവരോട് ഞാൻ ഇനി എന്തോ പറയും? എന്തെങ്കിലും പറഞ്ഞൊന്ന് സോപ്പിട്ട് നോക്കാം. ഹലോ ഹലോ മാഡം, നിങ്ങളുടെ ലോൺ കുറെ മുടക്കമുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി തീർക്കണം കേട്ടോ. അതെ സാറേ, അണ്ണനാണെങ്കി ജോലി ഇല്ല, പിള്ളേർക്കാണെങ്കി സുഖമില്ല, എനിക്കാണെങ്കി തീരെ വയ്യ. എനിക്ക് മനസ്സിലായി, കൈ വെച്ചിരുന്നാ മതി. അപ്പം അതും പൊളിഞ്ഞ്. അഖിലേ അയൽക്കാരി അന്നോടാ ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് പച്ചപ്പറിലടിക്കുമ്പോ നീ കലഞ്ഞിട്ട് പുറത്തിരുന്ന് ചിരിക്കുവോ അല്ലയോ? ചുമ്മാ എനിക്ക് പണിക്ക് പോടാ. ഇതൊക്കെ കേട്ടാലും കെട്ടിയോണെന്ന് പറഞ്ഞ ഒരുത്തനകത്ത് നിങ്ങൾ എന്തെടുക്കുവാണ? ഇങ്ങോട്ട് ഇറങ്ങി വേണ്ട നിങ്ങള്. എന്തുവാടി കുറങ്ങാനും സമ്മതിക്കത്തന്നെ എന്തോടി ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് പഠിക്കുന്നത്? ഒരു ദിവസം പണിക്ക് പോയ 10 ദിവസം നിങ്ങളടുത്ത് സിറ്റ് ഡൗൺ ആണോ? അപ്പൊ ഏത് ഗതികെട്ട ഭാര്യയായാലും നിന്ന് സ്റ്റാൻഡപ്പ് പഠിച്ചു പോകും. കാലത്ത് തൊട്ട് ലോൺകാർ കിടന്ന് വിളിക്കുന്നു. ഞാൻ എന്തോ വേണം പറ? എടങ്ങാട്ടെ എടുക്കാനല്ല എടുത്ത തിരിച്ചടയ്ക്കാനാ അവര് വിളിക്കുന്നേ. എടുക്കുകയും വേണം തിരിച്ചടക്കുകയും വേണം. എന്നാ പിന്നെ അടയ്ക്കണം. എന്തോ അടയ്ക്കണം? ലോൺ അടയ്ക്കണോ? കഥ അടയ്ക്കണം, അല്ല അവര് കയറി വരും കേട്ടോ. നിങ്ങളുടെ വായ ഒന്നാടാ. വായ അടയ്ക്കാം, വൈകിട്ട് എന്തെങ്കിലും കട്ടിക്ക് ഇറങ്ങി ചെല്ലണം. ഇച്ചിരി കല്ലും മണ്ണും വാരി വയറ്റിനകത്തിട്ട്. കല്ലുമണ്ണും വാരിയുടെ കോൺക്രീറ്റ് ചെയ്യുന്ന മനുഷ്യനല്ല എന്റെ വയറാ. എന്നാ ഇവിടെ ഇരിക്കുന്ന ഏത്തക്കാ പുഴുങ്ങിയത്. ഇത്ര നാളാന്നറിയാവോ ഏത്തക്ക പുഴുങ്ങി കഴിച്ചിട്ട്? രണ്ടെണ്ണം താടി പെട്ടെന്നാവട്ട്. ഇരിക്കുന്ന ചേന. ചേനയെങ്കിൽ ചേന, ഏതെങ്കിലും താന്നി അങ്ങോട്ട്. യോ എന്റെ ദൈവമേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്ന എനിക്ക്. ആ പച്ചക്ക് ചേന നാക്ക് ചൊറിഞ്ഞു, എണ്ണ എടുത്ത് കയറി അപ്പൊ അതങ്ങ് മാറും.
എന്തുകൊണ്ടാ വായിക്കാത്ത ഇച്ചിരി എണ്ണ തേക്കാൻ അതങ്ങ് മാറുമെന്ന്. ചെറുക്കന്റെ ചന്തി പുഴുവാട്ടിയിട്ട് തേക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇല്ല, ചെറുക്കൻ അവിടെ കിടന്ന് നിരങ്ങുന്ന. അത് ശരി. അപ്പൊ അവൻ അവിടെ നിന്ന് ചന്തയിൽ പുഴുവാട്ടിട്ട് ഇറങ്ങിയതാണോ? ഞാൻ വിചാരിച്ചു ബ്രേക്ക് ഡാൻസ് കളിച്ചപ്പോ അവൻ പുഴുവടിച്ച് കളിക്കുമായിരിക്കും. ഓ, അണ്ണൻ ഇപ്പൊ ഇവിടെ കിടന്ന് പുഴുവടിക്കും. എന്തിനടി? അതുകൊണ്ടാ ലോൺകാരൻ കണ്ട് വരുന്നു. നിനക്ക് കണ്ണിൽ തിമിരം വല്ലതും ഉണ്ടോ? എടി എന്റെ പൊന്നെ, നിന്റെ ആങ്ങളെ ആടിയ മോഹനാ വരുന്നത്. അവൻ ജോലിക്ക് വിളിക്കാൻ വരുന്നതാ. പറയണം അന്ന് തീരെ വയ്യ, ആസ്മാടെ അസുഖമാ. ആ ചേച്ചിയെ, ഓ അളിയുണ്ടോ? നാടി അരി പോലും ഇട്ട് വെക്കാത്ത വീട്ടിൽ വന്നിട്ട് അളിയൻ ഉണ്ടാന്ന് എന്താ എടുത്ത് വെച്ച് ഉണ്ണാൻ? എടാ എന്നാ വന്ന വഴി നീ ഒരിത്തിരി പാഴ്സൽ എങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഒന്നിച്ചിരുന്ന് ഉണ്ടൂടായിരുന്നോ? അയ്യോ, ഞാനങ്ങ് വന്ന വഴി അങ്ങ് പോവാ. വന്ന വഴി വാ നിക്കുന്നേ. എന്റെ ചേച്ചി, എന്റെ എൻട്രിക്ക് എന്നെ ചേച്ചി അളിഞ്ഞ കോമഡി അടിച്ചെങ്കിലേ ഞാൻ ഇനി ഇവിടെ നിന്ന് അളിയത്തല്ലേ ഉള്ളൂ. വന്ന കാര്യം പറയാം ചേച്ചി, അളിയന്തി? അയ്യോ, യവനെ കണ്ടപ്പോഴേ ആ അളിഞ്ഞവനകത്ത് കയറി ഒളിഞ്ഞിരിക്കുക. പണിക്കെങ്ങാണ്ട് വിളിക്കാൻ വന്നേന്നും പറഞ്ഞ അങ്ങേര്. എന്റെ ചേച്ചി, അളിയന്റെ ഒളിച്ചിരിപ്പൊക്കെ മാറി കൃത്യമായിട്ട് എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്തുവാടാ? ആ നോക്ക്, ജയിലിൽ ജോലി ചെയ്യുന്നവർക്ക് ദിവസവും 620 രൂപ ശമ്പളമാക്കി. ചേച്ചി, 620 രൂപയാടാ? ജയിലോ ചുടുകാടോ എവിടെ ആയാലും വേണ്ടിയില്ല, എനിക്ക് ലോൺ നടത്തി തീർന്നാ മതി. അങ്ങേരെ എങ്ങനെയെങ്കിലും വിളിച്ച് പണിക്ക് കൊണ്ടുപോടാ. അതൊക്കെ ഞാൻ ഏറ്റി ചേച്ചി. ചേട്ടാ അതല്ല, അളിയൻ രാവിലെ പോയ വൈകുന്നേരം ഇനി വരാനും കൂടാ. രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ ജയിൽ സൂപ്രണ്ടായിട്ടാണോ അളിയൻ പോകുന്നത്? ജയിൽ പുള്ളിയായിട്ടാ? ഈ ജയിലിൽ പുള്ളിയൊക്കെ ഉണ്ടോ? അല്ല, പുള്ളിയല്ല, മൊത്തം വരയും കുറിയാ. ചേച്ചി എന്തോ അറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? എന്തിനു പണ്ടാരെങ്കിലും ആവട്ടെ. യോ ചേച്ചി, ഇനി രാവിലെ എണീറ്റ് എനിക്ക് പൊതി കെട്ടണം, ഇല വെട്ടണം. എന്തിന്? അവിടെ ചിക്കൻ, മട്ടൻ, ബീഫിന് ബീഫ്, പിന്നെ ദാ ഈ കനത്തിലുള്ള മീനൊക്കെ അല്ലയോ പൊരിച്ചു കൊടുക്കുന്നത്. ഒരു ഇച്ചിരി മാനത്ത് കണ്ണിയുടെ ചാറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പിടി ചോറുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങൊന്നേ, നമ്മുടെ പദ്ധതി വിജയിച്ചാൽ ചേച്ചിയുടെ എല്ലാ പ്രയാസങ്ങളും മാറും. അങ്ങനെയാണെങ്കിൽ ഇങ്ങേരെ വല്ല ചാക്കിലും കെട്ടി കൊണ്ടുപോടാ. കെട്ടി കൊണ്ടുപോകാനെന്തോ അളിയ പൂച്ച കുഞ്ഞാണ്? കുഞ്ഞോ പട്ടിക്കുഞ്ഞോ എന്തെങ്കിലും അവിടെ കൊണ്ടുപോടാന്ന് പറയുമ്പോ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. കുറഞ്ഞത് ഒരു അടിപിടി കേസെങ്കിലും ഉണ്ടെങ്കിൽ ജയിലിൽ പോകാൻ പറ്റൂ. അഖിലേ, അപ്പൊ അതും പൊളിഞ്ഞ്. എടാ ഇങ്ങനെ ഒരു ഉറുമ്പിനെങ്കിലും നോവിക്കോടാ. എടാ എവിടെങ്കിലും വഴി കിടക്കുന്ന പട്ടി അണ്ണാക്കിനകത്ത് കമ്പിട്ട് കുത്തിയ അതൊന്ന് കടിക്കുകയും ചെയ്യുവോ? ഞാൻ അണ്ണാക്കിനകത്ത് കമ്പല്ല കഴുക്കോലിട്ട് കുത്തിയെന്ന് പറഞ്ഞാലും കടിക്കുന്ന പോയിട്ട് ഇങ്ങനെ കുരയ്ക്കത്ത് പോലും. ചേച്ചി, അളിയും കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും. എങ്ങനെ? അതിനുള്ള പദ്ധതിയെ കൊണ്ട്. അതെ, ഒരു ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ച് ഭാര്യയെ തല്ലിക്കഴിഞ്ഞാൽ ഭർത്താവിന് ദേഷ്യം വരുമോ? അതൊക്കെ വരും. എങ്കിൽ അളിയൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചേച്ചിയെ അടിക്കുന്നു, അളിയൻ ദേഷ്യം വന്ന് എന്നെ അടിക്കുന്നു, ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു, അളിയൻ ജയിലിൽ പോകുന്നു. എന്നെ അടിക്കൂ. ആക്ടിംഗ് ഒക്കെ കൊള്ളാം. കഴിഞ്ഞ വയസ്സത്തെ കണക്ക് കാര്യമായിട്ട് എങ്ങനെ അടിച്ചാലുണ്ടല്ലോ അറിയും. അളിയൻ വരുന്നു. ചേച്ചി എന്തിനാ ചേച്ചി വീട്ടിൽ വന്ന് അമ്മയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്തോ മോഹന അവിടെ ബഹളം? അളിയ ആംഗളും പെങ്ങളും തമ്മിലുള്ള സംസാരം. മേലിൽ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല കേട്ടോ. എന്റെ അമ്മയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചെന്നിരിക്കും. ചേച്ചി പറയുമോ? എണ്ണ അടിച്ചേക്ക് വണ്ടിക്കകത്തോണ്ട് കറക്കിട്ട് വാടാ. ശാസ്താംകോട്ടാരാ ഇതൊക്കെ പ്രാന്തോ? എന്താ നിങ്ങൾ ആങ്ങളെയും മെങ്ങളും അടി കൂടിയെങ്കിൽ പറഞ്ഞു തീർത്തോണം കേട്ടോ. പിന്നെ അവൻ അടിച്ചതൊക്കെ ഞാൻ കണ്ട് ഇങ്ങനെ ഞോണ്ടിയതേ ഉള്ളു. അഭിനയിക്കല്ലേ എന്റെ അടുത്ത്. അടിച്ചാലല്ലേ അങ്ങനെ വിശ്വസിക്കൂ. നേരെ ചൊവ്വ അടിയടാ എന്നെ. അതിപ്പോ ഞാൻ ഏറ്റ് അഭിനയിക്കാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടന്നെ അടിക്കുവോ? എടാ നീ കൈന്നിട്ട് കളിക്കുവോ അല്ലയോടാ? എടാ നിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ എടുത്തെറിഞ്ഞു എന്റെ ചുണ്ട് പൊട്ടി. അന്നേ നിനക്കിട്ട് ഞാൻ ഊങ്ങി വെച്ചേക്കോടാ. മനസ്സിലായോ ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്നു? എന്നടിയാണ് അവളെ നിന്ന് വാങ്ങിച്ചു കൂട്ടിയല്ലോ. ഞാനെന്തിനാണ് അളിയനെ അടിക്കുന്നത്? എന്നടി? എന്തിന്? പല്ലാക്ക് ഞെരുപ്പ് നെഞ്ച് കുലുക്കുതടി. നീ അളിയൻ പാട്. അഞ്ചാറ് അഞ്ചാറല്ല എന്റെ അച്ഛന്റെ അച്ചാറ്. നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ലല്ലോ? എന്റെ സ്വഭാവം അറിഞ്ഞൂടാ.
എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഇവര് ഭ്രാന്ത കാണിക്കുന്നത്. എനിക്ക് മുഴുത്ത പട്ട്, അടിയളിയാ അളിയെ കാശ് കൊടുത്ത സാധനങ്ങളെല്ലാം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അളിയളിയാ ആര് കാശ് കൊടുത്തത്? എടാ 6 കുത്തുവയസ്സായി പറഞ്ഞ രുദ്രനെ അറിയാവോ? അവൻ വീട് പാർന്ന് ആ സാധനം പറക്കി ഇങ്ങോട്ട് വെച്ചേക്കുവാ. മറ്റു വിളിക്കാൻ പോയേക്ക്. എന്താ ദൈവമേ, എനിക്കങ്ങ് വയ്യ രുദ്രന്റെ. ചേച്ചി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണേ. എന്നാലും ഇയാള് റെഡി ആവത്തില്ലയോ? ഇയാൾ എന്നാലും റെഡി ആവത്തില്ലയോ? ജോലിക്ക് പോടാ. നീ എന്റെ വീട്ടിൽ കേറി വന്ന് എന്റെ കെട്ടിയോനെ അടിച്ചില്ലോടാ. കാണിച്ചു തരാടാ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ഹലോ സാമ്പാറേ. അയ്യോ, എന്റെ ഭർത്താവിന്റെ തലമുണ്ടതാ അളിച്ചു വളർന്നിട്ടേക്കുന്നേ. ദൈവമേ, ഇങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നാളെ തൊട്ട് ഞാൻ ഇവിടെ വിധുബാലയായിട്ട് നടക്കണേ. അല്ല, ഞാൻ വിധവയെ പോലെ നടക്കണേ. നീ രാവിലെ എന്തോ പറഞ്ഞാടാ ഇവിടെ കയറി വന്നേ? ഇങ്ങേരെ കൊണ്ട് നിന്നെ അടുപ്പിച്ച് നീ കേസ് കൊടുത്ത് ആ കേസിന് ഇങ്ങേരകത്ത് പോയി ആ പൈസ വാങ്ങിച്ച് ചേച്ചി നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു അതോടാ നീ വന്നേ? ചേച്ചി പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ചേച്ചി. ചെറുതായിട്ട് പാളിയതല്ലേ ഉള്ളു. എനിക്ക് വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ എന്നെ ജോലിക്ക് വിടാനുള്ള പദ്ധതിയായിരുന്നല്ലയോ? എടാ മാന്യമായിട്ട് പറഞ്ഞാൽ ജോലിക്ക് ഇറങ്ങി പോത്തില്ലയോ? ഇനി ജയിലിന്റെ കഥ കെട്ടിക്കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ല നന്നനോട് ആര് പറഞ്ഞണ്ടാ? എന്റെ തലതാ അടിച്ച് പറിച്ച് എടാ, ഇവിടെ ഒരുത്തന്നെ മണ്ട വളർന്ന് കിടക്കുന്നു പറഞ്ഞ് പോലീസിനെ വിളിച്ച ആരാടാ? ഞാനാണോ? അന്നേരം ഇവിടെ പോലീസ് വരുമ്പോ ഏതെങ്കിലും ഒരുത്തന്റെ മണ്ട വളർന്നില്ലെങ്കിൽ എന്തിനാടി ഈ കേരള പോലീസിനെ വിളിച്ച് പഠിച്ചെന്ന് പറഞ്ഞ് അവരെന്നെ പിടിച്ചോണ്ട് പോകത്തില്ലോടാ. അതുകൊണ്ടാണ് ഈ ഐഡിയ കൊണ്ട് വന്ന നിന്റെ മണ്ട തന്നെ അടിച്ചു വളർന്നത്. അപ്പം ഈ ജയിലിൽ നിന്ന് കിട്ടുന്ന 620 രൂപ ചേച്ചിക്ക് വന്നേ. എന്നാൽ എനിക്ക് ഇനി പോലെ ജോലി ചെയ്യാതെ ജീവിക്കാൻ കിടക്കേ. ഇതേ എലിക്കുട്ടി, എന്തോ നമ്മള് ഒന്നും പറയണ്ട. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരാളാണ് ഏറ്റവും ജാസ്തി ചെയ്തത്. നന്നായിട്ട് ചെയ്ത് രശ്മി അത് സത്യസന്ധമായ കാര്യം. രശ്മിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. അതെ, സ്കിറ്റ് കാണുമ്പോ അങ്ങനെയാണ്, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങ് ഇറങ്ങി അങ്ങ് ചെയ്താൽ എന്താന്നുള്ളൊരു തോന്നൽ വരും. എങ്ങനെയുണ്ടായിരുന്നു? അഞ്ജന സൂപ്പർ ആയിരുന്നു കേട്ടോ. അഞ്ജനയുടെ പെർഫോമൻസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ലൈവായിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അഞ്ജന സൂപ്പർ. അഞ്ജന നന്നായിരുന്നു. സഹിച്ചേട്ടനെ അവര് രണ്ടുപേരും പിന്നെ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളാണല്ലോ, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവരാണല്ലോ. സഹിച്ചേട്ടൻ മീശ വെച്ച് കാണുമ്പോ അത്ഭുതമാണ്. ചേച്ചി ഉദ്ദേശിച്ചത് അർഹിക്കാത്തതൊന്നും അടിച്ചേൽപ്പിച്ച എന്തോ ഒരു ഭാരമുഖത്തിരിക്കുന്ന ഒരു ഫീല്. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല മേക്കപ്പ്. സജീവന്റെ മോഹം കണ്ട കറക്റ്റ് പണിക്ക് പോവാതെ കള്ളച്ചോറ് മോഹം കണ്ട. എല്ലാരും എൻജോയ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ആ നെഞ്ച് എന്തോരം അടിച്ചതാ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഓരോ തവണയും നമുക്ക് അവിടെ കേൾക്കരുത് ഇങ്ങനെ ഒരു അടിയിൽ ടപ്പ് 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 എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഇത്രയും വലിയ സീരിയസ് ആയിട്ട് ക്യാരക്ടർ പിടിച്ച് നിൽക്കണ്ട. പക്ഷെ ഒൺമാൻ ഷോ ആയിരുന്നു കേട്ടോ. കൗണ്ടറുകൾ മൊത്തം ഒറ്റയ്ക്ക് നടിച്ചു കേട്ടോ. പോരാത്തതിന് കഴിഞ്ഞ തവണത്തെ സ്കിറ്റിന്റെ പ്രതികാരവും ഇവിടെ തീർത്തതായിട്ട് നമ്മൾ കണ്ടിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 25,000 rupees റെഡി ക്യാഷ് ആയിട്ടൊക്കെ കൊടുക്കാം. യെസ് ശ്വേത ചേച്ചി. ഹാപ്പി ആയില്ലേ? അങ്ങനെ പെർഫോമൻസ് ഒക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ കഥയിലെ 2 താരങ്ങളെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ബ്രദറും സിസ്റ്ററും ആണ്, തനയും തൻവിയും. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട 2 ആൾക്കാരാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ പെർഫോമൻസ് ഒക്കെ. എനിവേസ് ലൈവായിട്ട് ഒന്നുകൂടെ കാണാം. എന്ത് പറയുന്നു രശ്മി ചേച്ചി? കാണാം. പിള്ളേരെ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അതെ, കാണാം. അപ്പൊ ചേച്ചി ബാറ്ററി ഒക്കെ ഓൺ ആണല്ലോ? ഓൺ. എങ്കിൽ നമ്മൾ ഓൺ ആണ്. കാണാം. സൂര്യനും ചന്ദ്രനും ഒന്നായവന് സമാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. ദൈവമേ, ഇവിടെ എന്തിനാർന്ന് വിളിപ്പിച്ചത്? വെൽക്കം ടു സിറ്റീസ് വേൾഡ്. അയ്യോ, വാട്ട് ഹാപ്പൻഡ്?
അഖിലണ്ണ എന്താണ് ഇപ്പൊ ചോദിച്ചത്? ഈ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന്. ഇംഗ്ലീഷ്. ഓ ആഴുകെ മലയാളി. ഓക്കെ, ലെറ്റ്സ് ടോക്ക് ഇൻ മലയാളം. ഞാൻ ചിട്ടി. ഞാൻ ബാബു. ഈ മാല ചിട്ടി. ഓ അതല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ചിട്ടി. ഡോക്ടർ വസീകർ നിർമ്മിച്ച ഒരു യന്ത്ര മനുഷ്യനാണ് ഞാൻ. ഓ അതായിരുന്നു. ഞാൻ വിചാരിച്ചു കേരളത്തിലെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഏതോ ആണുങ്ങള് ഇരുമിന്റെ ചട്ട ഇട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ ബാബു. ഡോക്ടർ വസിക യുക്തിവാദ സമ്മേളനം കഴിഞ്ഞ് 7 അമ്പലത്തിൽ കയറിയിട്ടേ വരൂ. അതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വാവല്ല ബാബു. ബാബുവിന് എന്നോട് ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ലോകത്തിലെ 28 ഭാഷകൾ വരെ അറിയാം. അയ്യോ, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകെ. അതുകൊണ്ടല്ലേ എനിക്ക് ബാബുന്ന് പേരിട്ട. പഠിക്കാൻ മോശമായതിന് ബാബുന്ന് പേരിട്ടിട്ട് എന്ത് ഉപയോഗം? പേര് ബാബു എന്നായതുകൊണ്ട് ഒരച്ഛനോ 2 ചിഹ്നവും വെച്ചാ മതി. അടയാളം ബാബു. വേറെ വല്ല പേര് പറഞ്ഞെങ്കിൽ അക്ഷരങ്ങൾ വെച്ച ലൂപ്പാട് പോയാണ്. ഇയാളെ പോലെ ഒരു ലോക്കന്നെയാണല്ലോ എന്നെ നോക്കാൻ. അതെ, ലോണേ. ലോണോ? കടം. കടമോ? പേര് എന്തോ പൈസയായിട്ട് ബന്ധപ്പെട്ട പേരാണെന്ന് എനിക്കറിയാം. ചിട്ടി. ഇത്ര നല്ല റോബോട്ടിനെ കണ്ടുപിടിച്ച ഡോക്ടർക്ക് ഒരു നല്ല പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം തന്നെ. ഇട്ടിരിക്കുന്ന പേര് കണ്ടുകൂടെ? ചിട്ടി. അത് കഴിഞ്ഞ ഓണത്തിന് ചിട്ടി പിടിച്ച് കിട്ടിയ പൈസ കൊണ്ടാ എന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് ചിട്ടി എന്ന് പേരിട്ടത്. ഡോ, എനിക്ക് ചാർജ് തീരാറായെന്ന് തോന്നുന്നു. വേഗം കുറച്ച് ചാർജ് കയറ്റൂ. ഇങ്ങനെ മിങ്ങസായിട്ട് നിക്കാതാ. 5-6 കോമഡി എങ്ങോട്ട് പറ. ചാർജ് അവിടെ തന്നെ. ബാബു, ഞാൻ എന്റെ കഴിവുകളെ പറ്റി ബാബുവിനോട് പറയാം. ഈ ലോകത്തിലെ എന്തിനെ പറ്റി ചോദിച്ചാലും എനിക്കറിയാം. നൃത്തം, സംഗീതം, സ്പോർട്സ് എന്നിവയിൽ എന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയും ഉണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. ആ അഖിൽ കവിയൂറിന് 2 രൂപ കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അതിന് 5 ലക്ഷം രൂപയൊന്നും വേണ്ട. എവിടെയെങ്കിലും പോയി ഒരു 2000 രൂപ എടുത്ത് പുള്ളിയുടെ ഒരു പ്രോഗ്രാം അങ്ങ് ബുക്ക് ചെയ്താൽ മതി. ഇത്രയും ബുദ്ധി ശക്തിയുള്ള എന്റെ അടുത്ത് ഈ വക ചെറിയ കാര്യങ്ങളൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എന്നെ പറഞ്ഞൊരു പാട്ട് പാട്. ആ പാടാം. ബാബു എവിടാ? ബാബുവേ എവിടാടോ? അല്ല, വസീകർ എന്തിനായിരുന്നു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ ഡോക്ടർ പറഞ്ഞ് റോബോട്ടിന് സമൂഹത്തിലെ വിവിധ ആൾക്കാരെ കുറിച്ച് പഠിപ്പിക്കണമെന്ന്. അതിന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ബാബുന് എന്താ ജോലി? മരമുറി. ഓ, പറഞ്ഞ പോലെ മരമുറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് മരം മുറിക്കുന്നത്? ആദ്യം ഞാൻ ചെന്ന് മരത്തിന്റെ മുകളിൽ വലിനിഴഞ്ഞ് കയറിയിട്ട് ഒരു കയറ് കിട്ടും. അതെന്തിനാ വലിനിഴഞ്ഞ് കയറുന്നത്? ദാണ്ടേ ബാബു വരാനെന്ന് പറഞ്ഞ മരം കുഞ്ഞിന് തളർന്നത്. എന്നിട്ട് മരത്തിൽ കയറി ചെറിയ ചെറിയ ശിഖരങ്ങൾ മുറിക്കും. യു മീൻ സ്മോൾ ബ്രാഞ്ചസ്? അതൊക്കെ പണി കഴിഞ്ഞ് വൈകിട്ടാ? എന്ത് സ്മോളും ബാറും? അതല്ലടോ, യു മീൻ കൊച്ചു കൊച്ചു ശിഖരങ്ങൾ? അതെ, കൊച്ചു കൊച്ചു ശിഖരങ്ങൾ മുറിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങും. അതെന്തിനാ തിരിച്ചിറങ്ങുന്നത്? പിന്നെ ഞാൻ അവിടെ താമസിക്കാനല്ലേ കേറിയത്. അതെ, 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമുള്ള ആളാണ് ഞാൻ. കുറച്ച് പഞ്ഞി കിട്ടുമോ? എന്തിനാ എന്നെ തുടച്ച് വൃത്തിയാക്കാനാണോ? അല്ല, നിന്റെ വായി കുത്തിക്കേറ്റ് കേട്ടിട്ടും മടുത്തി 100ന്റെ കഥ. ബാബുവിനെ ശക്തിയെ കുറിച്ച് അറിയാനിട്ടാ എന്നെ പട്ടാളത്തിൽ ചേർത്ത് പാകിസ്ഥാനെതിരെ യുദ്ധം ജയിക്കാനായിരുന്നു വസീകറുടെ പ്ലാൻ. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമാണല്ലോ എനിക്ക്. അപ്പൊ യുദ്ധത്തിന് മുമ്പ് തോക്കം പോകുമ്പൊന്നും വേണ്ടി വരില്ല. അതെന്താ? ഈ കഥ പറഞ്ഞു കൊടുത്താ മതി, പാകിസ്ഥാൻകാർ ഓടിക്കോളും. ബാബുവിന് എന്നെ പുച്ഛം. എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ബാബു പറയുന്ന എന്തും ഞാൻ ചെയ്യും. അങ്ങനെ പറയല്ലോ. റോബോട്ടിനെക്കാളും ബുദ്ധി ശക്തിയും മനുഷ്യനാണ്. ആര് പറഞ്ഞേ? റോബോട്ടിനാണ്. അല്ല, മനുഷ്യനാണ്. റോബോട്ടിനാണ്. എന്നാൽ കാണാം. ഞാൻ പറയണ എന്തും നിനക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്നാൽ സ്റ്റാൻഡ് അപ്പ്. ഞാൻ എന്നെ നിൽക്കൂല്ലേ? ഓ, കൈവക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. സിറ്റ് ഔട്ട്. വീടിന്റെയോ? ഓ, ഇരിക്കുന്നതിന് എന്താ പറയുന്നേ? സിറ്റ് ഡൗൺ. എന്നാൽ സിറ്റ് ഡൗൺ. ബൺ. കഴിക്കാൻ പോവാണോ? ഓ, ഓടുന്നതിന് എന്താ പറയുന്നേന്ന്? റൺ.
ഇപ്പൊ ബാബുവിന് മനസ്സിലായോ റോബോട്ടാണ് മനുഷ്യനേക്കാൾ മിടുക്കനെന്ന്? ഓക്കെ, സമ്മതിച്ചു. നീ തന്നെയാ മിടുക്കൻ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ. ഒരു മനുഷ്യന്റെ വയലിൽ എത്ര പല്ലുകളുണ്ട്? സിമ്പിൾ, 32 പല്ലുകൾ. തോറ്റു തോറ്റു, റോബോട്ട് തോറ്റു. 22 പല്ലുകളേ ഉള്ളൂ. ദേ എണ്ണി നോക്ക്. 10 പല്ലുകളില്ല. ആര് പറഞ്ഞേ ഒരു മനുഷ്യന്റെ വായിൽ 32 പല്ലുകളുണ്ട്? ഞാൻ പിന്നെന്താ കൊരങ്ങനെ. എന്റെ അമ്മായപ്പാ നന്ദി. നിങ്ങൾ കാരണം ഞാൻ ഈ റോബോട്ടിനെ തോപ്പിച്ചത്. അതിനെന്തിനാ അമ്മായപ്പന് നന്ദി പറയുന്നത്? അങ്ങേരല്ല എന്റെ ഈ പല്ലടിച്ച് വീഴ്ത്തിയത്. നിങ്ങൾ വിജയിച്ചു എന്ന് കരുതണ്ട, നിങ്ങളുടെ ചോദ്യം തെറ്റായിരുന്നു. ആണോ? അങ്ങ് ഞാൻ കാണിക്കുന്ന പോലെ നിനക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റും. ഇങ്ങനെ ഇങ്ങനെ. വണ്ടർ റോബോട്ട് അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇതാ പറയുന്നത്. മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. അയ്യോ, പുറത്തേക്കുള്ള ഡോറെല്ലാം അടച്ചിട്ടേക്കുവാണല്ലോ. ഇനി ഞാനെങ്ങനെ പുറത്തേക്ക് പോവും? ഇവിടെ ചോദിക്കാനാണോ എങ്കിൽ ആരുമില്ല. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇതിനെ തന്നെ ഓൺ ചെയ്യാം. ചിട്ടി പവർ ഓൺ, എക്സ്റേ വിഷൻ ഓൺ. എന്തു പറ്റി ബാബു? പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണായിരിക്കും അല്ലേ? ഇപ്പൊ മനസ്സിലായോ? മനുഷ്യൻ ജയിക്കുന്നില്ല, ശാസ്ത്രമേ ജയിക്കുന്നുള്ളൂ. എന്റെ ലോണേ. ലോണല്ലടോ, ചിട്ടി. ഇങ്ങനെ ഈ കൊട്ടേഷൻ കൊടുക്കുള്ള 2000 രൂപയ്ക്ക് എന്റെ പരിപാടി വെച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കുമല്ലേ? കൊടുക്കോ കൊടുക്കോ 2000 രൂപ ഇപ്പൊ കൊടുക്കാൻ തോന്നുന്നു മക്കളെ? നിനക്ക് കൊടുക്കണോ? ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നുണ്ടോ? നല്ല വയറുണ്ട്. ഒരു സൈഡിൽ ഉണ്ടാ? അയ്യോ, പിടി കൊടുത്തിട്ടോ. അവരുടെ ആഗ്രഹമല്ലേ? ഓട്, നല്ല തേച്ചിട്ട് ഓടി ഓടി. മടി ഇടുന്നിരിക്കടാ. ഒന്നടിക്കാൻ പോകുന്ന 3. ഓക്കെ, ഓടി. സൂപ്പർ ആയിരുന്നേ, അടിപൊളിയായിരുന്നേ. ബെൽറ്റ് ബോംബ് വെച്ചിരിക്കണോ അവിടെ ബാക്കിൽ? നിശി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവരുടെ പെർഫോമൻസ്? പൊതുവെ നിശി ചേച്ചിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അറിയാം. സോ യാ, അല്ല, നിശി ചേച്ചി വർഷങ്ങളായിട്ട് പിള്ളേരുമായിട്ട് സഹവാസം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ കൊച്ചിനെ പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മളൊക്കെ എന്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, 12 മിനിറ്റ് സ്കിറ്റ് ടച്ചിൽ നിന്ന് കളിക്കുന്നു. ആലോചിക്കണം. ഒരു ഉമ്മ വരട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. കണ്ണേ ആരാരോ, കനിയേ ആരാരോ, നിറമേ ആരാരോ, തന്നെ നാനേ ആരാരോ. എടുത്തു നോക്കിയാണ് ചേച്ചി. വെയിറ്റ് ഇല്ല, ഭയങ്കര ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് ട്രോഫി ഇട്ട് കളിക്കിരിക്കുന്നു. ആക്ച്വലി ഇത് സിസ്റ്റർ ആണ്. ഓക്കെ, ഇവളാണ്. ഇവര് രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു ഫ്ലോർ ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വേദി. ഇതെങ്ങനെ ഇങ്ങനെ കാണാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ ഇവിടുത്തെ ചിട്ടിയാണ്. ഇതിലിപ്പോ ആരാണ് റോബോട്ട്? എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മളിപ്പോ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. അപ്പൊ പിള്ളേര്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. പുതിയൊരു സിനിമ ഇവരുടെ റിലീസ് ആവുകയാണ്. കാലം പറഞ്ഞ കഥ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ നിങ്ങൾക്ക് പോയി തീർച്ചയായിട്ടും കാണാൻ പറ്റും. പുതിയ സിനിമയൊക്കെ കാണണ്ടേ? ആ ചേട്ടനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അജാസിനെ കണ്ടോ? പുലിമുരുകയിലൊക്കെ അഭിനയിച്ച ചേട്ടനാത്. ചേട്ടാ ഒന്ന് മസിൽ വിട്ട് ഹായ് കാണിച്ചേ. മോനെ പുലിമുരുകൻ കണ്ടാ? പുലിമുരുകൻ അറിയോ? അതിലാ കൊച്ചുണ്ടായിരുന്നോ? അപ്പൊ അല്ല, ഇപ്പൊ കണ്ടാണല്ലോ പടം. അറിയോ പുലിമുരുകൻ? അറിയോ ആരാ പുലിമുരുകൻ അഭിനയിച്ചിരിക്കുന്നേ? ആരോടോ അവൻ മൈൻഡ് വോയിസ് എന്നോടാണോ പറഞ്ഞത്? അപ്പൊ ഇവരുടെ സിനിമ പുലിമുരുകന്റെ ഇതറിയോ? സ്റ്റെപ്പ് അറിയോ? കാണിക്കാവോ? അതെനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒറിജിനൽ പുലിമുരുകനും നമ്മളെ
ചില മീൻസിലൊക്കെ കാണുന്ന പോലെ ലിറ്റ് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നതിൽ കുഞ്ഞു പോർഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ബട്ട് ഇറ്റ് വാസ് സോ ക്യൂട്ട്. 6 കോടിയാ ഇപ്പൊ അഭിനയിച്ചിരിക്കുന്നേ. എന്നാ നമുക്കിനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കിയാലോ? വാ നോക്കാം. കൺഗ്രാറ്റുലേഷൻ. 15,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. നിശി ചേച്ചി, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് നമുക്ക് ഒരു മുറി എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരിക്കും. നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ പാരന്റ്സിന് കൂടെ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് ഒരു മുറി എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മിടുക്കര് ഇവിടുന്ന് കിട്ടിയ പൈസ കൊണ്ട് അവരുടെ വീട്ടിൽ അവർക്കായി ഒരു മുറി അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് അവൻ തന്നെ റൂം ഉണ്ടാക്കി. ഇവര് രണ്ടുപേരും കൂടെ അധ്വാനിച്ച് എന്നാലും രണ്ടുപേരും കൂടെ ആണല്ലോ. അതെ, അവരൊരു മുറി പിടിച്ചു. അവിടെയാണ് ഇപ്പം. അത് അവരുടെ വീടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ആ മുറി എന്ന് പറയുന്നത്. അല്ലേ? ആ റൂമിൽ ആന്റി കയറ്റോ? ആന്റി വന്ന ആന്റി ആ റൂമിലൊക്കെ കയറ്റോ? വിളിക്കൂ എന്നെ. വിളിക്കണം കേട്ടോ, ഞാൻ വരും ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മൂവിനെ പറ്റി കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്നത് ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാണുന്ന എല്ലാ പിള്ളേരോടും നോ ടു ഡ്രഗ് എന്നുള്ളൊരു സംഭവം തന്നെ ഒരു മെസ്സേജ് നമ്മൾ പാസ് ഓൺ ചെയ്യുകയാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുമെന്ന് നമ്മുടെ ഡയറക്ടറും നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. നമ്മുടെ കുട്ടികളും അതിലൊരു മാതൃകയാണ്. ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്, അവർ സ്വന്തമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് വഴിതെറ്റി പോവല്ല എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞ വലിയൊരു കുട്ടിയായി പോയടോ. ഇത്ര നല്ല കുട്ടി ഇടയ്ക്ക് അങ്ങനെയാണ്. പക്ഷെ അത് ഒരു നിന്റെ പ്രായത്തിൽ 5 വയസ്സേ കുറഞ്ഞത്, 65 കളഞ്ഞു. ശരി ചേച്ചി, ആ 15,000 rupees ഇവർക്ക് അങ്ങ് ഇട്ടു കൊടുത്തേ. പിന്നെ ഉറപ്പായിട്ടും നല്ലൊരു കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും മുറിയിൽ നല്ല നല്ല സാധനങ്ങൾ, AC എല്ലാം ഇടണേ മോനെ കേട്ടോ. AC ഇടണില്ലേ? AC വാങ്ങിയോ? വാങ്ങിയിട്ടില്ല. അപ്പൊ പൈസ ഇട്ട് കൊടുക്കേ. ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മൾ വീണ്ടും കാണും. വീണ്ടും നമ്മുടെ പെർഫോമൻസസ് 2 സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. കിഡിലും 2 സ്കിറ്റുകളായിരുന്നു. അതിൽ നല്ല നല്ല പെർഫോമേഴ്സ് ഉണ്ടായിരുന്നു. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഇന്ന് വീണ്ടും കഷ്ടപ്പെടും നമ്മള്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാമെന്നാണോ? അല്ല, വേണ്ട. എനിക്ക് തോന്നുന്നു എൻ്റെ തീരുമാനത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും. ഇതില് ഞാൻ 2 ആർട്ടിസ്റ്റിന്റെ പേര് പറയാൻ പോവാണ്. ഐ തിങ്ക് അവരാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് എവിടെയാണ് ആ ഒരു 1 point മുകളിലേക്ക് പോയത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 2 ടീം, ഒന്നില് അഞ്ജന, ഒന്നില് നമ്മളുടെ മോൻ. ഈ 2 പേരുടെ ഇടയിലാണ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. ഒബ്വിയസ്ലി അഞ്ജനയാണെങ്കിലും മോനാണെങ്കിലും നല്ല പെർഫോമേഴ്സ് ആണ് 2 ആളും. പക്ഷെ പ്രായത്തിന്റെ ഒരു ഇത് നോക്കുമ്പോ അവന് പഠിച്ച ആ ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ, വലിയ വലിയ വാക്കുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു അഞ്ജന എന്റെ തീരുമാനത്തിന്റെ കൂടെ ഉണ്ടാവുക. നമുക്ക് മോനെയാണ് ഇന്നത്തെ മെയിൻ കൊടുക്കാൻ പോകുന്നത്. ലോണോ? കടമോ? പേര് എന്തോ പൈസയായിട്ട് ബന്ധപ്പെട്ട പേരാണെന്ന് എനിക്കറിയാം. ചിട്ടി. നിങ്ങൾ എങ്ങനെയാണ് മരം മുറിക്കുന്നത്? ആദ്യം ഞാൻ ചെന്ന് മരത്തിന്റെ മുകളിൽ വലിനിഴഞ്ഞ് കയറിയിട്ട് ഒരു കയറ് കിട്ടും. അതെന്തിനാ വലിനിഴഞ്ഞ് കയറുന്നത്? ബാബു വരാനെന്ന് പറഞ്ഞ മരം കുഞ്ഞിന് തരാന്നത്. റോബോട്ടാണ് മനുഷ്യനേക്കാൾ മിടുക്കനെന്ന്. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു മനുഷ്യന്റെ വയലിൽ എത്ര പല്ലുകളുണ്ട്? സിമ്പിൾ, 32 പല്ലുകൾ. തോറ്റു. റോബോട്ട് തോറ്റു. 22 പല്ലുകളേ ഉള്ളൂ. എന്നെ നോക്ക്, 10 പല്ലുകളില്ല. ആര് പറഞ്ഞേ? ഒരു മനുഷ്യന്റെ വായിൽ 32 പല്ലുകളുണ്ട്. ഞാൻ പിന്നെന്താ കൊരങ്ങനെ? നോക്കിക്കോ, അതാ കിരീടം വരികയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ
മാത്രമല്ല ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചിയും കൂടെ വാങ്ങിക്കോട്ടെ. സൂപ്പർ, സന്തോഷായില്ലേ? എന്നാ ഉണ്ട് ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളേ? സന്തോഷമായോ? ഹാപ്പി ആണോ? ഈ സന്തോഷത്തിൽ സിനിമയൊക്കെ പോയി കാണുവോ? അവരുടെ സിനിമ പോയി കാണണേ. സിനിമയുടെ പേരെന്നാന്നറിയോ? ഇല്ല. ചോദിച്ച എന്നാ സിനിമയുടെ പേരെന്ന്? എന്താ സിനിമന്റെ പേര്? കാലം പറഞ്ഞ കഥ. കേട്ടോ? പറയൂ, കാലം പറഞ്ഞ കഥ തിയേറ്ററിൽ പോയി കാണണം. കാലം പറഞ്ഞ കഥ തിയേറ്ററിൽ പോയി കാണണം. ഇതിന് വലിയൊരു പ്രൊമോഷൻ ഇനി കിട്ടാനില്ല. റിലീസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ സാറിന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടീം, താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും പോയി കണ്ടിരിക്കും സിനിമ. ഓക്കെ, താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.